ഇന്ന് പരിസ്ഥിതി ദിനമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം പരിസ്ഥിതി പ്രവർത്തനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തിരുവനന്തപുരം കാട്ടാക്കട MLA IB സതീഷിനാണ് ഇത്തവണത്തെ സംസ്ഥാന പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം. കഴിഞ്ഞ 9 വർഷക്കാലമായി സുസ്ഥിര വികസനത്തിലൂന്നി കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നടത്തിയ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമായത്. പരിസ്ഥിതി പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കണ്ടിരുന്ന ഒരാളാണ്. അത് അനിവാര്യമാണ്. അത് ജനങ്ങളിൽ കൂടുതൽ ആഴത്തിൽ ആ സന്ദേശം എത്തിക്കുക എന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന ബോധ്യം ജനപ്രതിനിധി എന്ന കാലത്തുണ്ടായി. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വാക്കുകളാണ്. തന്റെ മണ്ഡലത്തിൽ വികസനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയ IB സതീഷ് MLAയുടെ വാക്കുകൾ. പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ അവസാനം തേടിയെത്തിയത് സംസ്ഥാന പരിസ്ഥിതി സംരക്ഷക പുരസ്കാരമാണ്. കേരളത്തിലെ സാധാരണമായ ഒരു മണ്ഡലത്തെ ഐക്യരാഷ്ട്രസഭയുടെ ലോക പുനർനിർമ്മാണ കോൺഫറൻസിൽ വരെ പ്രതിപാദിക്കാനിടയാക്കിയ ജലസമൃദ്ധി പദ്ധതി എന്ന ആശയവും കാട്ടാക്കട MLAയുടേത് തന്നെ. ജലസമൃദ്ധിയിൽ നിന്ന് ജൈവസമൃദ്ധിയിലേക്ക്, കൃഷിയിലേക്ക്, ഓണക്കാലത്തെ പൂക്കൃഷി, ലക്ഷം വൃക്ഷം ലക്ഷ്യം, ഒപ്പം കൂട്ടാൻ റംബൂട്ടാൻ, ഇനി നമ്മ തണ്ണിമുത്തൻ തുടങ്ങിയ നിരവധിയായ കാർഷിക സംബന്ധമായ കാർബൺ ന്യൂട്രൽ കാഴ്ചപ്പാടിനോട് അടുത്ത് നിൽക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കാനായി. ഇവ കൂടാതെ കാവുകളുടെ പുനരുജ്ജീവന പദ്ധതി, 4 പഞ്ചായത്തുകളിൽ സ്കൂൾ ഔഷധത്തോട്ടം, ബട്ടർഫ്ലൈ പാർക്ക്, സ്മൃതിവനം, പച്ചത്തുരുത്തുകൾ തുടങ്ങിയ നിരവധി ജൈവ വൈവിധ്യ പദ്ധതികളാണ് മണ്ഡലത്തിൽ ഇതിനകം നടപ്പാക്കിയത്. നാടാകെ പ്ലാവ് എന്ന് പേരിട്ട് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ 1 ലക്ഷം പ്ലാവിൻ തൈകൾ നട്ടുവളർത്തിയിരുന്നു. ഈ പരിസ്ഥിതി ദിനത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷങ്ങളെ സംരക്ഷിക്കാനായി വേരുകൾ അറ്റുപോകാത്ത വേരുകൾ എന്ന പേരിൽ ഒരു പദ്ധതിയെക്കുറിച്ചും IB സതീഷ് ആലോചിക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ 5 വർഷത്തേക്കോ ഒരു പ്രത്യേക കാലയളവിലോ തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കും. പക്ഷേ ജനപ്രതിനിധികൾക്ക് അവരുടെ പ്രവർത്തനം വഴി ദീർഘകാലത്തേക്ക് തലമുറകൾക്ക് വേണ്ടി ഒരു സന്ദേശം കൈമാറാനുണ്ട്. ഏറെ പറയപ്പെടുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, ഈ ഭൂമി ആരുടെയും വകയല്ല, നമ്മൾ ഈ ഭൂമിയുടെ കാവൽക്കാർ മാത്രമാണ്. വരുന്ന തലമുറയ്ക്ക് ഈ ഭൂമിയെ കൂടുതൽ മെച്ചപ്പെടുത്തി വരും തലമുറകൾക്ക് ജീവിക്കാൻ ഉതകുന്ന തരത്തിൽ രൂപപ്പെടുത്തി കൈമാറുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.